കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ വീണ്ടും വഞ്ചിച്ചുവെന്ന ആരോപണം. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അർഹരായ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുമെന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ജലരേഖയായി മാറുന്നു. പുതുതായി ദുരിതബാധിതരെ കണ്ടെത്തുന്നത് സംബന്ധിച്ച ആശങ്കയിലാണ് സമരസമിതി. 2024 മുഖ്യമന്ത്രി 1031 പേർക്ക് സഹായം നൽകുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. ദുരിതബാധിതരുടെ സൗജന്യ ചികിത്സ, പെൻഷൻ, ആംബുലൻസ് സേവനം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സെൽ യോഗങ്ങൾ തുടങ്ങിയവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നാളിതുവരെയായും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിക്കുന്നതടക്കമുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനായി 2017 നടത്തിയ ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയുടെയും ഫീൽഡ് തല പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും പിന്നീട് അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ തീരുമാനമായി. ഇതിനുള്ള അനുമതി ജില്ലാ കളക്ടർക്കാണ് നൽകിയത്. എന്നാൽ 2017 ക്യാമ്പിൽ പങ്കെടുത്ത് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദുരിതബാധിതരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച ആശങ്കയിലാണ് സമരസമിതി. 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ അർഹരായവർക്ക് കൊടുക്കുമെന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത് ആശങ്കപ്പെടുത്തുന്നു. കാരണം 2017 മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് അർഹരായവരെയാണ് തെരഞ്ഞെടുത്തത്. അതിൽപ്പെട്ടവർ തന്നെയാണ് ഈ 1031 പേരും. അതുകൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായി അത് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന ഈ തീരുമാനങ്ങളിൽ ആശങ്കാകുലരാണ് ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർ. നിലവിൽ പട്ടികയിൽ ഉൾപ്പെട്ട ദുരിതബാധിതർക്ക് നേരത്തെ അനുവദിച്ചിരുന്ന സൗജന്യ ആംബുലൻസ് സേവനം, മരുന്ന്, വിദഗ്ധ ചികിത്സ തുടങ്ങിയവ നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരം ഉൾപ്പെടെ നീണ്ട നാളത്തെ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ നിർബന്ധിതരായത്. എന്നാൽ ഇവയിൽ പലതും ഇപ്പോഴും പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വീണ്ടും സമരരംഗത്ത് ഇറങ്ങാനാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.